അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക്. ചത്തിരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബിത്രയെക്കുറിച്ചിട്ട് ആധികാരികമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ ജനവാസമുള്ള ദ്വീപ് എന്നതിനേക്കാൾ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ബിത്രയിലെ ബില്ലം ഏറ്റവും വലുതാണ്. മറ്റു ദ്വീപുകളുടെ ബില്ലത്തെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ബില്ലമാണ് ഈ മനോഹരമായ ദ്വീപിന് ഉള്ളത്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തിയിൽ നിന്നും 334 ഡിഗ്രിയിൽ ഏകദേശം 62 നോട്ടിക്കൽ മൈൽ ദൂരപരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ബിത്രയ്ക്ക് ഏറ്റവും അടുത്ത ജനവാസമുള്ള ദ്വീപ് എൻ്റെ ദ്വീപായ ചെത്ലത്ത് ദ്വീപാണ്. ഈ ദ്വീപിന് ചുറ്റുമുള്ള കടലിൽ ധാരാളം മത്സ്യസമ്പത്തുള്ളത് കാരണം മറ്റ് ദ്വീപുകാർ കൂടി ഇവിടെ മത്സ്യബന്ധനത്തിനെത്താറുണ്ട്. 1835 വില്യം റോബിൻസൺ എന്ന പരിശോധന ഉദ്യോഗസ്ഥൻ ഇവിടം സന്ദർശിച്ചപ്പോൾ ഇവിടെ വെറും പക്ഷികൾ മാത്രമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് മുട്ടകൾ ശേഖരിക്കാനും മത്സ്യബന്ധനത്തിനും മാത്രമായിട്ടാണ് ചെത്ലത്ത്, കിൽത്താൻ എന്നീ ദ്വീപുകാർ ഇവിടെ എത്തിയിരുന്നത്. താൽക്കാലിക താമസം കഴിഞ്ഞ് കാലവർഷം തുടങ്ങുമ്പോൾ അവർ നാട്ടിലേക്ക് തിരിച്ചു പോകും. 1928 ഇവിടെ സ്ഥിരതാമസം ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു. പടിപ്പുര ചേനങ്ങുപ്പ എന്ന ആൾ കാലവർഷം തുടങ്ങാറായപ്പോൾ രണ്ട് സേർ എന്ന് പറയുമ്പോൾ ഏകദേശം 3 കിലോ അരിയുമായി 4 മാസം ഒറ്റയ്ക്കാണ് ഇവിടെ താമസം ആരംഭിച്ചതെന്നാണ് പഴമക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ ഗവൺമെൻറ് അറിവ് പ്രകാരം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇവിടെ താമസം ആരംഭിച്ചു എന്നാണ്. ആദ്യം പറഞ്ഞതായിരിക്കണം കൂടുതൽ വിശ്വാസയോഗ്യം. അടുത്ത ദ്വീപായ ചെത്ലത്തിൽ നിന്നുള്ള ആളുകളാണ് ഇവിടത്തെ കുടിയേറ്റക്കാർ. ഭൂമിയിൽ നിന്നും ലഭിക്കുന്നത് ഉപ്പുവെള്ളമായതിനാൽ മഴവെള്ളം ശേഖരിച്ച് സൂക്ഷിച്ച് ഇവിടുത്തെ താമസിക്കാർ ഉപയോഗിക്കുന്നു. അതേപോലെ കടൽ വെള്ളം ശുദ്ധീകരിച്ച് അതും കുടിവെള്ളമായി മാറ്റുന്ന ഒരു ചെറിയ പദ്ധതിയും ഇവിടെ ഉണ്ട്. ആധികാരികമായ ഈ വിവരങ്ങൾ എനിക്ക് ലഭിച്ചത് എൻ്റെ മൂത്താപ്പ കൂടിയായ ശ്രീ KN കാസ്മിക്കോയുടെ ലക്ഷദ്വീപ് ചരിത്രവും ഭരണവും ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ബിത്രയിലെ മറ്റ് കുഞ്ഞു കാഴ്ചകളിലേക്ക് നമ്മൾ വൈകുന്നേരം നടക്കാനിറങ്ങി. കോസ്റ്റ് ഗാർഡിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തുകൂടിയാണ് നമ്മൾ പോയത്. ഇവിടെ നമ്മൾ കണ്ടു. ഇവിടെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് നാളെടുക്കും ഇത് പൂർത്തിയാവാൻ എന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് വലിയൊരു തിരണ്ടിയും അവിടെ കണ്ടത്. അതിനുശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ചെറിയ ചായക്കടയിലേക്ക് വന്നു. നമ്മുടെ ഒരു ബന്ധു കൂടിയായ ഷമീറിൻ്റെയാണ് ഈ കട. അങ്ങനെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഇവിടുത്തെ സ്കൂള് കാണാൻ വേണ്ടി പോയി. നഴ്സറി മുതൽ 8ാം ക്ലാസ് വരെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഏകദേശം 35ഓളം കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ പഠിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഒരു അധ്യാപകനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. 8ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം കുട്ടികൾ ഇവിടെ നിന്നും ചെത്ലത്തിലേക്കാണ് മെയിനായിട്ട് അവർ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത് കണ്ടത്. വലിയൊരു ഫെസ്റ്റിവലൊന്നും അല്ലെങ്കിലും അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവരുടെ അടുത്ത് ഉണ്ടായിരുന്നു. കട്ട്ലറ്റ്, സമൂസ, മറ്റേ ബിരിയാണി, ഫ്രൈഡ് റൈസ്, പിന്നെ ഒരാൾ മൈലാഞ്ചിയൊക്കെ വരച്ചു തരും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഇവിടെ ഒരു ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. വേറെ ദ്വീപിൽ നിന്നൊക്കെ കുട്ടികൾ ഇവിടെ കളിക്കാൻ വന്നിട്ടുണ്ട്. അവിടെ അവരുടെ മാർച്ച് പാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയൊരു ടൂർണമെൻറ്റെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ടൂർണമെൻറ്റിനുള്ള വേദിയും കാര്യമൊക്കെ അവരൊരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി നമ്മൾ ഇവിടുത്തെ കുളിക്കര സന്ദർശിച്ചു. ദ്വീപിൻ്റെ കാവൽക്കാരൻ എന്നർത്ഥം വരുന്ന മലിക് മൗല ദർഗ ബിത്ര വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലിൽ ഒഴുകി നടന്ന ഒരു മയ്യത്ത് അഗത്തിയിൽ നിന്നും വൻകരയിലേക്ക് യാത്ര ചെയ്ത ഓടത്തിന് തടസ്സം സൃഷ്ടിച്ചു. അവർ ആ ഭൗതിക ശരീരത്തെ എടുത്തുകൊണ്ടുവന്ന് ബിത്ര അടക്കം ചെയ്ത് തിരിച്ചുപോയി. പിന്നീട് ബിത്രയിൽ വന്ന് മക്ബറ പണിതു എന്നാണ് പറയപ്പെടുന്നത്. വിശ്വാസികൾക്ക് എന്നും ഒരാശ്രയമാണ് ഈ ദർഗ. കാരണം ഇവിടെ വന്ന് ദുആ ചെയ്താൽ നമ്മുടെ ഹലാലായ എല്ലാ മുറാദുകളും സ്വീകരിക്കപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ബിത്രയിലെത്തുന്ന ആരും തന്നെ ഈ ഒരു മക്ബറ സന്ദർശിക്കാതെ തിരിച്ചു പോവാറില്ല. മറ്റു ദ്വീപുകളിൽ നിന്നും തന്നെ ഒരുപാട് പേർ ഇവിടെ നേർച്ചയാക്കി ആ നേർച്ച കൊണ്ടുവന്ന് തങ്ങളുടെ ഉദ്ദേശം പൂവണിയുന്നതിന് വേണ്ടി ഇവിടെ എത്തിക്കാറുണ്ട്.
അങ്ങനെ ബിത്രയിലെ നമ്മുടെ കുറച്ച് ദിവസത്തെ സന്തോഷകരമായ ആ നിമിഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എപ്പോഴെങ്കിലും ഇതേപോലെ കുറച്ച് നല്ല നിമിഷങ്ങൾ സമ്മാനിക്കാൻ ഞങ്ങൾ നിന്നിലേക്ക് വീണ്ടും വരും എന്ന പ്രതീക്ഷയോടുകൂടി ബിത്ര എന്ന ഈ മനോഹരമായ കൊച്ചു സുന്ദരിക്ക് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊച്ചിയിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ കുടുംബക്കാർ അവർ നാളെയാണ് ചേത്തിലാത്തിലേക്ക് തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോൻ ഇവിടെ കോഴിക്കോട് പഠിക്കുന്ന കാരണം അവനെ കൊണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനും അനിയനും കോഴിക്കോടിലേക്ക് ഇന്ന് കയറുന്നത്. അപ്പോൾ ബിത്ര എന്ന കൊച്ചു ദ്വീപേ നിന്നിലേക്ക് ഇനിയും അണയും എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലത്തേക്ക് വിട. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നവരേക്കും അസ്സലാമു അലൈക്കും.